ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. കാരണം സൺഡേയ്സിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ ഇങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ഒരു ദിവസം മാത്രമേ നമുക്ക് ഓഫുള്ളൂ. ആ ഓഫുള്ള ദിവസമാണ് നമ്മൾ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് 2-3 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ ഈ തുണികളെല്ലാം അടുക്കി പെറുക്കി വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മടി പിടിച്ചിട്ടാണ് കേട്ടോ. ശരിക്കും മടി പിടിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇതൊന്നും അടുക്കി പെറുക്കി വെക്കാതിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സൺഡേ തോന്നി എന്തായാലും ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി നീറ്റാക്കി വെക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ തുണികളെല്ലാം ആദ്യമേ തന്നെ വാരി വലിച്ച് എല്ലാം കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അത് മൊത്തം അടുക്കി പെറുക്കി കുറേ ദിവസം ഒരു ദിവസം മൊത്തം മുക്കാലും അതിന് വേണ്ടി പോയി കേട്ടോ. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഫിനിഷ് ചെയ്ത് തീർത്തത്. കാരണം അതിന് വേണ്ടി ഉണ്ടായിരുന്നു. അവിടെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ എല്ലാം വാരി വലിച്ച് എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ അലമാരയിൽ ഉണ്ടായിരുന്നതും ഒക്കെ ഞാൻ വാരി വലിച്ചിട്ടിട്ടാണ് നമുക്ക് എപ്പോഴും ഇടുന്ന ഡ്രസ്സുകൾ മാത്രം നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയ രീതിയിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഇട്ടുകൊണ്ട് പോകാവുന്ന രീതിയിൽ ആക്കി വെച്ചിട്ട്, അതായത് ഫംഗ്ഷനൊക്കെ പുറത്ത് പോകുമ്പോൾ ഒരു ഡ്രസ്സ്, പിന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ ഇതെല്ലാം മാറ്റി മാറ്റി വെച്ച്, പിന്നെ എനിക്ക് ചേരാത്തത് ഇപ്പോൾ കുറേ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ണം വെക്കുന്നതിന് മുമ്പേ ഉള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വണ്ണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ വണ്ണം വെക്കുന്നതിന് മുമ്പുള്ള ഡ്രസ്സുകളെല്ലാം മാറ്റി ഞാൻ വേറൊരു ബാഗിനകത്താക്കി മാറ്റി ആദ്യമേ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ബോറടിപ്പിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ദിവസം അങ്ങ് എഴുന്നേറ്റ് അങ്ങ് എല്ലാം റെഡിയാക്കി വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ റെഡിയാക്കിയാൽ മാത്രമേ ഇതെല്ലാം ഒതുങ്ങിയിരിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ തന്നെ കിടക്കേണ്ടി വരും. ഇതിനകത്തൂടെ നമ്മൾ ജീവിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ റൂമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ അതെനിക്ക് മസ്റ്റാണ് കേട്ടോ. കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എൻ്റെ കിച്ചൺ വളരെ ചെറുതാണ്. എനിക്ക് കുറച്ചുകൂടി വലിയ നല്ല സ്പേസുള്ള കിച്ചണാണ് കുറച്ചും കൂടെ ഇഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കെല്ലാ സാധനങ്ങളും ഒതുക്കി നീറ്റാക്കി വെക്കാവുന്ന രീതിയിലുള്ള കിച്ചണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഷെൽഫുകൾ വേണം കേട്ടോ. ഇതിനകത്ത് ഷെൽഫുകൾ കുറവാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ കിച്ചൺ എങ്ങനെയായിരിക്കണം, എൻ്റെ ബെഡ്റൂം എങ്ങനെയായിരിക്കണം, എൻ്റെ കിച്ചണിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതൊക്കെ ഭയങ്കര പ്ലാനിങ്ങാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ്ങാണ്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അതിൻ്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അടക്കി മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരും അതുപോലെ തന്നെ മുൾട്ടാനി മിട്ടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് എൻ്റെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. തൈര് നല്ല തണുപ്പുള്ളതാണ്. തണുപ്പ് പറ്റുന്നവർക്ക് അതൊക്കെ ഓക്കെയാണ്. ബട്ട് എൻ്റെ ഫേസിൽ അതെനിക്ക് പറ്റില്ല. ഫേസിൽ നിന്നല്ല തലയിലും ഒന്നും പറ്റില്ല. ഞാനതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ പാത്രം കഴുകി തീരുമ്പോഴത്തേനും ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പൊന്നും പറ്റില്ല. തലയിൽ തൈരിട്ട് കഴിഞ്ഞാൽ നീരിറങ്ങും. എണ്ണ അധിക നേരം വെക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഇന്നിപ്പം കുറേ ജോലികൾ ചെയ്തത് കാരണം ഷോൾഡർ പെയിനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, അത് തൈറോയിഡൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഒഴിവാക്കാം. പിന്നെ തൈര് കഴിക്കാൻ പറ്റില്ല. തൈര് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചുമയാണ് കേട്ടോ. ഭയങ്കര ചുമയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം ഇങ്ങനെ തൊണ്ടയിൽ നിൽക്കും. എന്നിട്ട് അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് തൊണ്ടയിൽ പ്രശ്നം വരിക. അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ തൈറോയ്ഡ് അല്ലേ, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നൊക്കെ പറയും. പക്ഷേ തൈറോയ്ഡ് കൊണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും തൈര് കഴിക്കാമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അപേക്ഷിച്ച് എനിക്ക് തൈര് കഴിക്കാനും പറ്റില്ല.
അതുപോലെ തന്നെ ശരീരത്ത് എവിടെയെങ്കിലും തൈര് നമ്മുടെ തലയിലൊക്കെ തൈരിടുമല്ലോ. ഞാൻ ഒരിക്കൽ ഇതുപോലെ തലയിൽ ഹെയർ കെയർ ചെയ്ത സമയത്ത് സവാളയും അതുപോലെ തന്നെ തൈരും കൂടെ അരച്ചിട്ട് ഞാൻ തലയിലിട്ടിരുന്നു. അന്നത്തോടെ എൻ്റെ ഫേസ് ആകെ മാറി, ഫേസിൽ നീരിറങ്ങി. പിന്നെ എൻ്റെ പല്ലിൻ്റെ സൈഡൊക്കെ സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നു. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ എന്നാൽ ഞാൻ കടയിൽ പോകുമ്പോൾ തൈര് വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചില്ല എന്നും കണ്ട് നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മളത് ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ ചില സമയത്ത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മറ്റുള്ളവർ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരും പാടില്ല. അങ്ങനെയുള്ള കുനിഷ്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചണിൽ ആരും പാടില്ല, അതിങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെയുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല. എല്ലാവരും വ്യത്യസ്തരായിരിക്കും. ഞാനതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. എല്ലാ സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകുന്നൊരു വ്യക്തി കൂടിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. പക്ഷേ മടി കാരണമുണ്ടല്ലോ, ഭയങ്കര മടിച്ചിയാണ്. മടി കാരണമാണ് പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു എന്താ പറയുക 2020 സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ. ആദ്യം കുറേ നാൾ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ആ വീഡിയോസൊക്കെ ഇട്ടിരുന്ന സമയത്ത് എനിക്കൊരു 95 ഓളം സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു അന്ന്. ആ സമയത്ത് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാതെ കുറേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് മടി തോന്നും. പിന്നെ ഞാനത് കുറേ നാളത്തേക്ക് ഞാൻ ആ വഴിക്കേ തിരിഞ്ഞു നോക്കൂല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ അതിനകത്തേക്ക് വീണ്ടും വന്നത്. കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് അങ്ങനെ വലുതായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോസ് ഇട്ടിരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വ്യൂസൊക്കെ കുറവായിരുന്നു. പക്ഷേ എന്നാലും സബ്സ്ക്രൈബേഴ്സ് ഒരു 95% സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസ് അങ്ങനെ അധികം ആരിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലല്ലേ നമുക്കങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ ചാനൽ ഗ്രോ ആകാഞ്ഞത്. പക്ഷേ ഇപ്പം എന്തായാലും ഈ 2025 തീരുമാനത്തോടു കൂടി ഞാനിപ്പം വീഡിയോസൊക്കെ കുറേ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇനി നമ്മൾ ക്ലീനിങ്ങിലേക്ക് കടക്കുകയാണ്. മൊത്തം അവിടെ എല്ലാം അടിച്ച് ആദ്യമേ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് പാത്രമെല്ലാം കഴുകി വെച്ചതിന് ശേഷം നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പം സൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ മടി പിടിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കും കൂടെ ഞാൻ മൊബൈൽ എടുത്തിട്ട് എന്താ പറയുക, കഥ കേൾക്കുകയോ, മോട്ടിവേഷൻ സ്പീച്ചാണ് കേട്ടോ. ഭയങ്കര മോട്ടിവേഷൻ സ്പീച്ചാണ് കേൾക്കുന്നത്. പക്ഷേ ഒന്നും മോട്ടിവേറ്റഡ് ആവില്ല. ഇതെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ കേട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകും കേട്ടോ. കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ ഈ മോട്ടിവേഷനൊക്കെ. അത് കഴിയുമ്പോഴത്തേനും വീണ്ടും പഴയതുപോലെ തന്നെയാകും കേട്ടോ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ എന്നെപ്പോലെ മടിച്ചിയായി പോവരുത് കേട്ടോ. നിങ്ങളെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് എന്താ പറയുക, നിങ്ങളുടെ ജോലികളെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും ഞാനൊഴികെ. സോ എൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ കുറച്ച് മടിച്ചിയാണ്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഈ മടി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല എന്താ പറയുക, ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ, ആ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മളൊരു അൽവ പോലെ ഉണ്ടാക്കുകയാണ്. അൽവ എന്ന് പറയാനായിട്ട് അങ്ങനെ ഭയങ്കര കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഈ പൊടി കലക്കി വെള്ളത്തിലിങ്ങനെ വെച്ചിട്ടുണ്ടാവണം. ആ വെള്ളം തെളി ഊറ്റി കളഞ്ഞിട്ട് 2 പ്രാവശ്യം തെളി ഊറ്റി കളഞ്ഞ് അരിച്ചതിന് ശേഷം നമ്മളിത് ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ശർക്കര നല്ലതായിട്ട് തിളച്ച് നല്ല ഒരുവിധം വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളിതുണ്ടാവും. ഇത് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി വന്നപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു.
ഇത് ഈ ഒരു പരുവത്തിലിരിക്കും. നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ, അതായത് ഈ ശർക്കര പാനിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇതാ ഈ ഒരു അവസ്ഥയിലായിരിക്കും. നമ്മളത് നല്ലത് കൈ വിടാണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഏലക്ക പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. കഴിക്കാൻ നല്ല എന്താ പറയുക, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലാണ്. നമ്മളത് റെഡിയായി വന്നപ്പോഴത്തേനും ഇതാ ഒരു പാനിൽ നമ്മൾ എണ്ണ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് പിറ്റേ ദിവസം തണുത്തതിന് ശേഷമാണ് കേട്ടോ അതെടുത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കശുവണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബദാമിൻ്റെ കുറച്ച് പീസ് ഉണ്ടായിരുന്നു. ആ ബദാം ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കുറേ ലെന്തി ആയി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പറയുകയാണ്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വീറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണല്ലോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ടാറ്റ.